അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് കാതറിൻ ഷർലി. ഞാൻ മാങ്കാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ബ്ലീഡിങ് ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞ് ജനിച്ചപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെയാണ് എനിക്ക് ആദ്യം സൗഖ്യം കിട്ടിയത്. പിന്നീട് വീണ്ടും എനിക്കിതേ പ്രശ്നം വീണ്ടും തുടങ്ങി. അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സിനൊക്കെ ഞങ്ങൾ കുറേ ടെസ്റ്റൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് വന്നിരുന്നതെന്നുള്ള കാര്യത്തിന് ഒരു ആൻസറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് PCODയുടെ ഇഷ്യൂ ഉള്ള കാരണം കറക്റ്റ് അല്ലാത്ത കാരണം അവർ എനിക്ക് മെഡിസിൻ തരുമായിരുന്നു. അത് കോൺട്രാസെപ്റ്റീവാണ് നമുക്ക് തരുന്നത്. അത് വീണ്ടും ഞാൻ അതെടുത്തു. ആ മെഡിസിൻ എടുത്തു. പക്ഷേ എനിക്ക് അതോടുകൂടി എനിക്ക് ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥയായിപ്പോയി. ഇപ്പോൾ വീണ്ടും ഞാൻ അച്ഛൻ്റെ ഇതിലേക്ക് നോക്കിയിട്ട് എനിക്ക് വരാനൊന്നും വയ്യ, എനിക്ക് നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. 3 months എനിക്ക് വല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവും, പള്ളിയിലേക്ക് എന്തെങ്കിലും പോയി നിൽക്കും എന്നല്ലാണ്ട് എനിക്കൊന്നും വയ്യാത്ത അവസ്ഥ. അപ്പം ഞാൻ തിരിച്ചു ഇതിനെക്കുറിച്ച് എനിക്കൊരു വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്കിത് മനസ്സിലായി. പിന്നെ ഇങ്ങോട്ട് ഞാൻ പ്രെയർ റിക്വസ്റ്റ് മദേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ടു. അപ്പം തന്നെ മരിയൻ വാട്സപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് മെഡിസിൻസ് ഓൾറെഡി നിൽക്കാൻ തന്നിരുന്നെങ്കിലും എനിക്കതൊന്നും കറക്റ്റ് ആയിരുന്നില്ല, അതെനിക്ക് എഫക്റ്റീവ് ആയിരുന്നില്ല. പ്രെയർ ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഇതാണ് ഒരു റീസൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ പാടെ തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി. പിന്നെ നമുക്ക് നമ്മെക്കുറിച്ച് ബോധ്യമില്ല. കാതറിന് മാത്രമല്ല, ക്രിസ്ത്യാനികളെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലേ? ക്രൈസ്തവൻ മറ്റുള്ള മതസ്ഥരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. അത് പൗരോഹിത്യമാണ്. നിങ്ങളെല്ലാവരും സാധാരണ പൗരോഹിത്യത്തിൽ ബന്ധപ്പെട്ടവരാണ്. അല്ലേ? മറ്റൊരു സാക്ഷ്യം കൂടി. എൻ്റെ കസിൻ കുട്ടി PG മറ്റേ MVSC കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് അവളുടെ മാരേജ് ആണെങ്കിലും അവളുടെ ജോലി കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മാരേജൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രെയർ ചെയ്തിട്ട് കുട്ടിക്ക് പെട്ടെന്ന് അതൊക്കെ നടന്നു. അതേപോലെ ഇപ്രാവശ്യം ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മറ്റേ ജോലി എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് ചേച്ചി പ്രാർത്ഥിക്കണം പോകുമ്പോൾ. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുട്ടി അവളുടെ 4 months ബിഫോർ ആ കുട്ടി മറ്റേ സർവീസിൽ എൻ്ററായി, ഡിഗ്രി ലെവൽ പോസ്റ്റിൽ എൻ്ററായി. അത് പക്ഷേ വെറ്റിനറി സർവീസായിട്ട് ബന്ധപ്പെട്ടതിന്. അപ്പോൾ അവൾക്ക് ഡോക്ടറായിട്ട് തന്നെ അതിൽ തന്നെ കയറിപ്പോവാനുള്ള PG ലെവലിലുള്ള അതിൽ കയറിപ്പോവാനുള്ള ഒരു ഓപ്ഷനും കൂടിയായിട്ട് ദൈവം അവളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു ഉയർത്തി. ദൈവത്തിന് നന്ദി. കർത്താവ് നന്ദി. കസിന് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ഇടപെട്ടു. ബ്ലീഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഗർഭധാരണത്തെ ബാധിക്കുന്ന ഒരു മേഖലയാണ്. സഭ 2 കാര്യങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത്. ആൺകുട്ടികളുടെ സഭ നിലനിൽക്കുന്നു, പെൺകുട്ടികളുടെ സഭ വർദ്ധിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ളവർ ഏതെങ്കിലും അച്ഛന്മാരുടെ പ്രാർത്ഥനാ സഹായം ആവശ്യം, പ്രത്യേകിച്ച് ധ്യാനിപ്പിക്കുന്നവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെലിവറി ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. ആ രോഗാണു നിർവീര്യമാവുകയും ചെയ്യും. അതിനെ സൂചിപ്പിച്ച കാര്യം, ഒരു ക്ഷമിക്കപ്പെടേണ്ട ഒരു മേഖല കാണിച്ചു കൊടുത്തു. ആ ക്ഷമിക്കപ്പെടേണ്ട മേഖല ചെയ്തപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഒരു കാര്യം തന്നെയില്ല, ആ കാര്യം ചെയ്യുമ്പോൾ ആ മേഖലയിൽ സൗഖ്യം കിട്ടുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അല്ലേ?